Watch full episodes on Jio Hotstar. എന്തെങ്കിലും കഴിക്കൂ, എന്നിട്ട് സോംബിയായി മാറൂ. ട്രെയിൻ കമൽപൂരിലെത്തുന്ന മുമ്പ് തന്നെ മോട്ടുവിനെ പത്തുലിനെ സോംബിയാക്കി മാറ്റണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മോട്ടു പത്ലുവിനെ പിടിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്ന്. മോട്ടു പത്ലു ശരിക്കും ശക്തിമാരാണ്, ബുദ്ധിശാലികളുമാണ്. അവര് രണ്ടുപേരും നിങ്ങളെ തുണി അലക്കുന്നത് പോലെ അലക്കിയല്ലോ. ഇങ്ങനെ ഇങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ ലീഡർ, ശരിയല്ലേ? എന്റെ അമ്മ ഇനിയിപ്പൊ ഇയാള് നമ്മളെ തിന്നല്ലോ. എന്റെ മേലെ പല്ല് കൊണ്ടാൽ എനിക്ക് വേദനിക്കും. പല്ലെന്ന് വെച്ചാൽ എനിക്ക് പേടിയായി. ഓടുന്ന ട്രെയിനാണെങ്കിൽ എന്താ, ഞാൻ എത്രയും പെട്ടെന്ന് ആന്റിഡോട്ട് റെഡിയാക്കാം. പൊളിച്ചെടുത്തല്ലോ, അവന്റെ നഖം എന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനും സോംബിയായി മാറുട്ടാ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? മോട്ടോ, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ ഗസീറ്റാറാമേ, ഡോക്ടർ ജഡ്ക ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ ആന്റിഡോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒന്നും സംഭവിക്കില്ല. അല്ല, ഇനിയിപ്പൊ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല ഗസീട്ടാറാം. നീ ഞങ്ങളുടെ സുഹൃത്തല്ലേ? ഞങ്ങൾ എപ്പോഴും സുഹൃത്തുക്കളുടെ കൂടെ തന്നെയല്ലേ നിക്കണേ. നമ്മൾ ഒന്നിച്ച് നിൽക്കൂടാ. എന്തേ? അതെ, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തില് ഞാൻ ഇതുവരെ നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളെ പ്രശ്നത്തിൽ കൊടുക്കുന്നത് നീ തന്നെയാണ്, അതിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതും നീ തന്നെയാണല്ലോ. എന്നോട് ക്ഷമിക്കണം നീ മോട്ടോ. ബ്രോ, ഒന്ന് കരച്ചിൽ നിർത്തുന്നേ. നോക്കേ, ഇപ്പൊ നിനക്ക് വേണ്ടി ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കാം സുഹൃത്തേ. അതെ, നീ ആന്റിഡോട്ട് റെഡി ചെയ്യണോ അതോ ഫലൂഡ ഉണ്ടാക്കണോ? ഇത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോ? സംഭവിച്ചതെല്ലാം സംഭവിച്ചു. എന്റെ മോട്ടു, നീ വേഗം ആ നടുവിലുള്ള ഡോർ അടയ്ക്കാൻ നോക്ക്. ഇപ്പൊ ചെയ്യാം. കഥക് അടച്ചു. അയ്യോ, അയ്യോ, എല്ലാരും എത്തിപ്പോയല്ലോ. ഇപ്പൊ നമ്മുടെ കാര്യം എന്താവും? അതെ, നിന്റെ അവസ്ഥയും എന്റെ അവസ്ഥ പോലെ തന്നെ ആകട്ടാ. ഒന്ന് നല്ല വാക്ക് പറ എന്റെ ഗസീറ്റാറാം. ഈ കഥക് എങ്ങനെങ്കിലും അടച്ചേ പറ്റൂ. ഞാൻ തുറക്കില്ല. എന്റെ ഇതാരും ഈ കഥക് തുറക്കില്ല. നീ തിരിച്ചു പോക്കോ. തിരിച്ചു പോകാനാ പറയണേ. എടാ പത്ലു, എന്തിനാടാ ക്ഷണിക്കാത്ത അതിഥികളെ പോലെ എല്ലാം കേറി വരുന്നേ? ഓഹോ, എടാ പത്ലു, ഓടിക്കടാ. അയ്യോ, ഞാൻ എന്റെ ബാഗ് അവിടെ വിട്ടിട്ട് വന്നല്ലോ. ബാഗൊക്കെ പിന്നെ എടുക്കാം, ആദ്യം നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കാം. അയ്യോ, ഓടിക്കോ. നിങ്ങൾ എങ്ങോട്ട് ഓടിയാലും ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കും. ഇനി ഓടാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെ സോംബിയാക്കാതെ വിടൂല. എന്റെ അമ്മോ, സോംബാല, മോട്ടു പത്ലൂണ് നിങ്ങളെക്കാൾ വിവരമുണ്ടല്ലോ. സമർത്ഥരാണവർ, ശക്തിമാരാണവർ, ബുദ്ധിശാലികളാണവർ. അവരെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അമ്മോ, സോറി സോംബാല. അവർക്ക് വേഗത കൂടുതലുണ്ടെങ്കിൽ അത് എന്റെ തെറ്റാണോ? അവർക്ക് നിങ്ങളെക്കാൾ ബുദ്ധി ഉണ്ടെങ്കിൽ അതും എന്റെ തെറ്റാണോ? എന്നെ ഒന്ന് കേറ്റി വിട്. എന്റെ അമ്മോ, ഒന്ന് മിണ്ടാതിരിക്കണോ? മുന്നിലും സോംബീസ്, പുറകിലും സോംബീസ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ പത്രു, എന്തെങ്കിലും ഒന്ന് ആലോചിക്കടാ. ആരും ശബ്ദം ഉണ്ടാക്കരുത്, എന്റെ പിന്നിൽ വന്നോളൂ. വേണ്ട വേണ്ട മോട്ടു, വേണ്ട.
മോട്ടു, ശബ്ദം ഉണ്ടാക്കണ്ട. ചിക്കൻ ലോലിപോപ്പ്. രക്ഷപ്പെട്ടു. ബാഗ് എടുക്കണമെങ്കിൽ നമ്മളും ആ സോംബീസിന്റെ പുറകിൽ പോയേ പറ്റൂ. വരൂ, പോയി നോക്കാം. അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഞാൻ പോവാണ്. അയ്യോ സോംബി ചേട്ടാ, എന്നെ തിന്നല്ലേ, എന്നെ തിന്നല്ലേ, എന്നെ തിന്ന. എന്റെ മോട്ടു, ഞാൻ പത്ലു ആണ്. പത്ലു, വേഗം വാ. ഞാനുണ്ട്. ഡോക്ടർ ചട്ക സാറിന്റെ ബാഗ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ സോംബീസിനെ കടന്നു പോയേ പറ്റൂ. പത്തിലു എന്തെങ്കിലും ആലോചിക്കടാ. ഐഡിയ ഫ്രണ്ട്സ്, ദേ അങ്ങോട്ട് നോക്ക്. ഈ ഒറ്റ ഒരുത്തം കാരണം നമ്മുടെ അവസ്ഥ കണ്ടിന്യേ. ഡോക്ടർ ചട്ക, നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് എടുക്കണ്ടേ? വാ. ഈ സോംബികളുടെ ശല്യം കാരണം തോറ്റു. ഇനി പ്രശ്നം ഉണ്ടാവില്ല. ഒളിച്ചെടുത്തല്ല മീന്, ഉണക്ക മീന്. എടാ ഘസീട്ടാരാമേ, നിനക്ക് എന്താടാ ചീഞ്ഞ മീൻ തിന്നണ്ട കാര്യം? ഇവിടെ ട്രെയിനിൽ നല്ല ഫ്രഷ് മീൻ ഉണ്ടല്ലോ. ഞാൻ നിന്നെ ഫ്രഷ് മീൻ തീറ്റിക്കും. എന്നാ പിടിച്ചോ. ഉണക്കമീൻ, എനിക്ക് ഉണക്കമീൻ വേണം. ഇവൻ സോംബിയായി കഴിഞ്ഞു മോട്ടു. ഇവനെ രക്ഷിക്കണം. ഉണക്കമീൻ. ഘസീറ്റാറാമ അവിടെ നിക്ക്. അത് മോട്ടുവാണ്, മീനല്ല. ഘസീട്ടാരാം, നീ ഫ്രഷ് മീൻ തിന്നോ. ഇന്നാ പിടി. മീന്. അവന്റെ വായ അടച്ചിട്ട് ഇവിടെ എവിടെങ്കിലും കെട്ടിയിടണം. എന്നാലേ അവൻ ആരെയും കടിക്കാതിരിക്കൂ. ഓക്കേ പത്ലു, വാ നമുക്ക് അവരെ കെട്ടിയിടാം. ഉണക്കമീൻ വേണം. ഞാനിതാ വരുന്നു. ഇന്നാ പിടിച്ചോ ഘസീറ്റാറാം. അയ്യോ, എന്റെ ഘസീറ്റാറാമ അവിടെ നിക്ക്. എനിക്ക് ഉണക്കമീൻ വേണം. എടാ, നിന്റെ ഈ മീൻ തിന്നുന്ന കൊതു കാരണം ഞങ്ങളിവിടെ ഇടികൊണ്ട് ചമ്മന്തി ആയിക്കൊണ്ടിരിക്കുക. പത്ലു, അവനെ വെറുതെ വിടണ്ട കേട്ടോ. നല്ല മുറുകെ പിടിച്ചോ പത്ലു, അവരെ വിടണ്ടട്ടോ. ഘസീറ്റാറാം, എനിക്ക് ഉണക്കമീൻ വേണം. വേഗം കെട്ടി ഇവനെ. ഇപ്പൊ തന്നെ വേണം. ഇപ്പോഴാണ് ഇവനൊന്ന് കൺട്രോളിൽ വന്നത്. നിന്റെ വായൊന്ന് അടക്കടാ. പത്ലു, നമുക്ക് എത്രയും പെട്ടെന്ന് കമൽപൂർ സീ സൈഡിലേക്ക് എത്തിയേ പറ്റൂ. ഡോക്ടർ ഛട്ക, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഘസീട്ടാരാമിന് വേണ്ടി ആന്റിഡോട്ട് തയ്യാറാക്കൂ. ഞാൻ എഞ്ചിൻ ഡ്രൈവറിനോട് പോയി പറയാം പറ്റുന്നത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ. രണ്ട് ഭാഗത്തും സോംബിയാണ് മോട്ടു. നീ ഇഞ്ചൻ വരയ്ക്കും എങ്ങനെയാ പോവുക? എനിക്ക് നന്നായി അറിയാം എഞ്ചിനിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്. എല്ലാം ശ്രദ്ധിച്ചു നോക്കുക. എന്നെ പാമ്പ് പിടിച്ചു. എന്റെ മോട്ടത് പാമ്പൊന്നല്ല, ഇത് മരത്തിന്റെ വേരാണ്. എന്റെ അമ്മോ, ഇതെന്ത് മാജിക്കാ? ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ ഇതെന്താണെന്ന്. എടപ്പാത്തിലു, എനിക്ക് തോന്നുന്നു നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ ലൈറ്റ് കത്തിച്ചിരിക്കുകയാണെന്ന്. വാ 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 പൊളിച്ചെടുത്തല്ലോ. വാ.
എന്തൊരു കാഴ്ചയാടാ ഇത്. ഒന്ന് ശ്രദ്ധിക്കണേ മോട്ടു. മമ്മി നമ്മൾ എങ്ങോട്ടായി വന്നിരിക്കുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടോ ആ മരയ്ക്ക് മുകളിൽ എന്തോ തിളങ്ങുന്നത് പോലെ ഇല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ മരം അവിടെയാണ് ഉള്ളതെന്ന്. വരൂ വരൂ. ബോക്സർ ചായക്കടക്കാരൻ ചേട്ടാ, പോയി അവന്മാരെ പിടിക്ക. ഇത്രയും സോംബിയുടെ ആൾക്കാർ പോയിട്ട് പോലും മോട്ടു പത്ലുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവന്മാര് പോയിട്ട് എന്താ ചെയ്യാൻ പോണ്? ഞാൻ വിചാരിച്ചാൽ ഇവിടെ നിൽക്കുന്ന മരങ്ങൾ പോലും സോംബീസ് ആക്കി മാറ്റാൻ കഴിയും. നിനക്ക് കാണണോ? എന്റെ ട്രീ സോംബീസ്, പോയി ആ മോട്ടു പത്ലുവിനെ പിടിക്ക. മനുഷ്യ സോംബീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെയാണോ ഈ മര സോംബീസിനെ കൊണ്ട് പിടിക്കാൻ പറ്റുക? മോട്ടു പത്ലു, ഇനിയും നിങ്ങൾ എങ്ങോട്ട് രക്ഷപ്പെട്ടു ഓടാനാണ്? നിങ്ങളെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ ആന്റിഡോട്ട്സ് ഒന്നും ഞാൻ അനുവദിക്കുകയുമില്ല. എന്താണോ നോക്കി നിൽക്കുന്നത്? എന്നെ ഒന്ന് പിടിച്ച് കേട്ട്. എന്നെ സ്വയം രക്ഷിക്കാൻ കഴിയുന്നില്ല, എന്നിട്ടാണ് നീ മോട്ടു പത്ലുവിനെ പിടിക്കാൻ പോകുന്നത്? അവരെത്തിപ്പോയി. ഇത് അയാളുടെ തന്നെ ചിരിയാ. അവരെത്തിപ്പോയി. മോട്ടു, ആദ്യം നിന്റെ പുറകിലേക്കൊന്ന് നോക്ക്, മുമ്പിലേക്ക് ഓടിക്കോ. ഓടിക്കടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ട് ഞാൻ മരത്തിന്റെ സോംബീസിനെ കാണുന്നതട്ടാ. നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു നമ്മളെന്നും സോംബീസിനെ കണ്ടോണ്ടിരിക്കുകയാണെന്ന്. ഓ, അല്ല, ഇവരുടെ ഹൈജപ്പ് ഒന്നും കണ്ടില്ലേ? ഇവര് സോംബീസ് ആണോ അതോ സ്പോർട്സ്മാൻ ആണോ? രക്ഷിക്കണേ, എന്നൊന്നും ചെയ്യല്ലേ. പത്തിലും എന്തൊക്കെ ചെയ്യ്, നമുക്ക് സോംബീസ് ആകണ്ട. ട്രീ സോംബീസിനെ വലിച്ചെറിയേ വേഗം. മോട്ടു, ഞങ്ങളെ വേഗം രക്ഷിക്കണേ. എന്നെ അല്ല പിടിക്കേണ്ടത്, പോയി അവന്മാരെ പിടിക്ക്. എന്റെ അമ്മോ, they are really brave. അവരെ പോലത്തെ വീരന്മാർ, മഹാവീരന്മാർ, ബലശാലികളെ നിന്നെ കൊണ്ട് തടയാൻ കഴിയില്ല. അവർ ആന്റിഡോട്ട് ഉണ്ടാക്കി എല്ലാവരും രക്ഷിക്കാൻ പോവാണ്, എന്നെ ചേർത്ത്. എന്താണോ വിചാരിച്ചത്? അവർക്ക് എല്ലാവരും ശരിയാക്കാൻ പറ്റുന്നോ? അവർക്ക് 1000 പേരെയൊന്നും നേരാക്കാൻ പറ്റില്ല. അവരെല്ലാവരെയും കടിച്ച് സോംബിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥലം വിടരുത്, എല്ലായിടത്തും തപ്പണം. ആന്റിഡോട്ടിന്റെ പഴം കിട്ടുന്ന മരമല്ലേ അത്? ഇവിടെ എവിടെയെങ്കിലും തന്നെ എനിക്ക് ശരിക്കും ഉണ്ടാവണം. പേടിയുണ്ടട്ടാ. പിന്നെ നിങ്ങൾ പറയുന്നോണ്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. മമ്മി, നിനക്ക് വല്ലതും കാണാൻ പറ്റൂടാ? ഇതുവരെ ഒന്നും കണ്ടില്ല മോട്ടു. അല്ല, ഈ മോട്ടു ഇത് എവിടേക്കാ പോയത്? എടാ, ഈ ജട്ക സാർ നമ്മളെ എവിടെയാടാ കൊണ്ട് എത്തിച്ചേ? ഈ മരം എന്ത് മരമാ? ഇതിനെ കാണാൻ എന്തൊരു ഭംഗിയാ. അല്ല, ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഇത് കണ്ടില്ല പത്രു? ഇതൊക്കെ മടങ്ങി പോകുന്ന കണ്ടില്ലേ? കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ആന്റിഡോട്ടിന്റെ മരം കിട്ടിപ്പോയി. ഇതാണ് ആ മരം. അങ്ങനെ അവസാനം കിട്ടിപ്പോയി. പൊളിച്ചെടുത്തല്ലോ. ഇതിനകത്ത് ഒരു ഫ്രൂട്ട് പോലും കാണാനില്ലേട്ടാ. വരൂന്നേ, നമുക്ക് തെരഞ്ഞു നോക്കാം. അതെ ഡോക്ടർ ജട്ക, നമ്മളിവിടെ ശരിക്കും കുടുങ്ങി പോയിട്ടാ. എന്നെ പിടിക്കണട്ടാ. അയ്യോ, എടോ ഗസിറ്റാറാം, പഴ എന്റെ തലയിലൊന്നും അല്ല. അങ്ങോട്ടേക്കാര് പോയി തെരയ്. ഒരു പക്ഷെ ഇതിനറിയായിരിക്കും. മിണ്ടാണ്ട് ഇതിന്റെ പുറകെ പോയി കണ്ടുപിടിക്കാം. ഓ, വരൂ, എന്തെങ്കിലും കഴിക്കൂ, എന്നിട്ട് സോംബിയായി മാറൂ. നിങ്ങൾക്കൊക്കെ ആന്റിഡോട്ട് ഫ്രൂട്ട് വേണം, എനിക്ക് നിങ്ങളെ വേണം. നമുക്ക് നോക്കാം ആരുടെ ആഗ്രഹമാണ് നിറവേറുന്നതെന്ന്.
പത്ലു നിങ്ങൾ പോയ ഫ്രൂട്ട് അന്വേഷിക്ക്, ഞാൻ ഇയാളെ നോക്കിക്കോളാം. ഓക്കെ മോട്ടു, പക്ഷേ സൂക്ഷിച്ച്. അവന്റെ നഖം ഒരിക്കലും നിന്റെ മേലെ തട്ടാൻ പാടില്ല. ഡോണ്ട് വറി പത്ലു, നിങ്ങൾ പോയ ഫ്രൂട്ട് കൊണ്ടുവന്നാ മതി. ഞാൻ വെറുതെ വിടൂല, ഞാൻ വെറുതെ വിടൂല. എന്റെ അമ്മോ, ഇതല്ല ഇടിയുടെ പൂരം. കളി കാണാൻ പോത്. സുംബാലാ, വാടാ 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 വാടാ, എന്നോട് വടക്കൂടാം. വാടാ സുംബാല, വേഗം വരാൻ. ഈ അടി എങ്ങനെ ഉണ്ടെന്ന് പറയടാ. അടിപൊളിയല്ലേ, ഇതെങ്ങനെയുണ്ട്? എന്തെങ്കിലും കഴിക്കൂ, പിന്നെ സോംബിയായി മാറൂ. ഇപ്പൊ പറയടാ, എന്ത് പറ്റി? നിന്റെ താവടങ്ങിപ്പോയോ? അല്ല, ഈ പഴം എവിടെയാ ഉള്ളത്? മോട്ടു, ഈ മുഖത്തിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാവും. പക്ഷേ എന്തായിരിക്കും അത്? ഇത് ഇതിനകത്തേക്ക് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇതെന്താ ഇത്? ഡോക്ടർ ജഡ്ക, ഇങ്ങോട്ട് നോക്ക്. ചേടാ, എന്റെ ചങ്കി, എന്റെ ബ്രോ പത്ലു, അത് തന്നെയാണ്. അതാണ് ആന്റിഡോട്ട് ഫ്രൂട്ട്. അതേ മോട്ടു, ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടാ. മോട്ടു, പുറകിലേക്ക് നോക്ക്. നിന്നെ തിന്നാം, നിന്നെ സോംബിയാക്കി മാറ്റാം. ഇന്ന് പൗർണമിയാണ്. പൗർണമി രാത്രി അവസാനിക്കുമ്പോ, സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങൾ പതിക്കുമ്പോ എല്ലാവരും പെർമനന്റ് സോംബിയായി മാറും. നിങ്ങൾക്ക് സോംബി ആകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നോ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. വെൽക്കം ടു സോംബി വേൾഡ് പത്ലു. വരൂ, എന്തെങ്കിലും കഴിക്കൂ, സോംബിയായി മാറൂ. എന്റെ അമ്മോ, ലീഡർ സുംബാല വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവരെ കൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ടല്ലോ, നിങ്ങളെ ഇവന്മാര് ശരിക്കും പന്താടും. മനസ്സിലായോ? എന്റെ ചങ്കി, എന്റെ ബ്രോ, ഈ ഫ്രൂട്ടിന്റെ ഓവർ ഡോസ് കാരണം സോംബിയുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മോട്ടു, ഇല്ല പത്ലു, ഇല്ല. പത്ലു, അങ്ങനെ നീ തനിച്ച് സോംബിയാകാൻ പാടില്ല. ഞാനും ഒരു സോംബിയായി മാറാൻ പോവാ. മോട്ടു, ശ്രദ്ധിച്ച് കേട്ടോ, നമ്മുടെ കയ്യിൽ കൂടുതൽ സമയമില്ല. സോംബാല, നീ എന്റെ സുഹൃത്തിനെ തല്ലിയല്ലേ? മോട്ടു, നമ്മുടെ പത്ലു സോംബിയായി മാറിയിട്ടാ. നിന്നെ കടിച്ച് ഞാൻ നിന്നെ സോംബിയാക്കി മാറ്റി തരാം. ഇനിയിപ്പൊ നമ്മുടെ മോട്ടും സോംബിയായി മാറൂട്ടാ. അപ്പൊ നമ്മുടെ രണ്ടുപേരും അവസ്ഥ അതോ ഗതി. എന്റെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. എന്റെ ലോകത്തേക്ക് നിനക്കും സ്വാഗതം മോട്ടു. അതിപ്പോഴല്ല സുംബാല. പിടിച്ചോ, മുഴുവൻ കഴിക്കണ.
ഫ്രൂട്ട് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ സുംബാലയുടെ പവർ ഇല്ലാതാകും. ചിങ്കത്തിന്റെ വായിൽ നിന്ന് ഇപ്പോഴാണ് ഒരു വാക്ക് വന്നത്. സുംബാലയുടെ പവർ പോയി കഴിഞ്ഞാൽ എല്ലാ സോംബീസും ശരിയാവോ അത്രേ. സുംബാലയും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ട് എങ്ങനെയെങ്കിലും അവന്റെ വായിനകത്തേക്ക് തള്ളിവിട്. അവനെ കൊണ്ട് ഇത് കഴിപ്പിക്ക. ചെല്ലേ, അവരെയും പോയി സോംബിയാക്കി മാറ്റ്. ഇനി താനും എന്റെ കൂടെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തോ. അവരെ അറ്റാക്ക് ചെയ്യാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്താണോ നമ്മളിങ്ങനെ കുടുങ്ങി പോയത്? ഇതെന്ത് ദേഹമല്ല ചൊറിയുന്നത്? അയ്യോ, എന്റെ പുറം ചൊറിയുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ ബാക്കും ചൊറിയുന്നു. മൊത്തം ചൊറിയുന്നുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഓ അയ്യോ, എനിക്ക് വയ്യേ. ഓ ആരെങ്കിലും ഒന്ന് ചൊറിഞ്ഞതാടാ. ഓ അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, ഞാൻ വീണ്ടും മനുഷ്യരെ മാറിയല്ലോ. അല്ല, നിങ്ങളെന്തായി കാണിക്കുന്നേ? ഞങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയല്ലേ? ഞങ്ങളെല്ലാരും സോംബിയായി മാറിയതായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ശരിയായി. അതേ മോട്ടു. അല്ല ചിങ്കം സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ അമ്മോ, ഞാൻ ശരിക്കും ഫോമിലല്ലേ. എനിക്കെല്ലാം അറിയാന്നേ. നടക്കുന്നതൊക്കെ ഞാൻ വെറുതെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എന്താ ചെയ്യാ, സോംബോലയുടെ ഓർഡർ എനിക്ക് അനുസരിക്കേണ്ടി വന്നു. അല്ല, അവൻ എവിടെ? ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലട്ടോ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവൻ പോലും പടയം വെച്ച് എല്ലാവരെയും രക്ഷിച്ചു. വരൂ, നമുക്കിപ്പോ വീട്ടിലേക്ക് പോവാം. എങ്ങനെയുണ്ട്? Watch India's largest kids library only on Jio Hotstar. Download the app now.